എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അഡിക്ഷൻ ആണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് എന്നെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടി ഈ ഒരു കോഫി കുടിയുടെ അഡിക്ഷനിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഫി കുടിക്കാൻ തോന്നുമ്പോൾ നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ കേട്ടു. പിന്നെ കഫീന്റെ കുറച്ച് ദോഷവശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കുറച്ച് കാശൊക്കെ കൊടുത്ത്, പക്ഷെ ഈ കാപ്പിയുടെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം. കാപ്പി ഇന്ന് ഒരു അഡിക്ഷൻ മാറാനായിട്ട് അവരുടെ കുറെ എക്സസൈസും മാർഗനിർദ്ദേശവും ഒരു പുച്ഛത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. തൊട്ടടുത്ത ദിവസം ഞാൻ വീണ്ടും ഈ കോഫി കുടിക്കാനായിട്ടാണ് തുടങ്ങുന്നത്. എനിക്കതിൽ നിന്നും മാറാനായിട്ട് ഒരു തീരുമാനവും ഇല്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരാളുടെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി വിചാരിക്കും, ഒരാൾക്ക് ഒരു പ്രശ്നം വന്നിട്ട് അത് പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് ഇപ്പം സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ കൗൺസിലറോ കോച്ചോ മെൻറ്ററോ ആരെങ്കിലും ആവട്ടെ, നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. നമ്മൾ അവർക്ക് ഫീസ് കൊടുക്കുന്നു, തിരിച്ചു പോരുന്നു. എന്നിട്ട് 10-20 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുത്ത ഒരു ശീലം അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു സാധനത്തിനെ ഇന്നൊരു ദിവസം ഫീസ് കൊടുത്തു, അതുകൊണ്ട് നാളെ മുതൽ മാറി കിട്ടണം എന്ന ഒരു മനോഭാവമുള്ളവരാണ് ചുറ്റുപാടും കുറേ മനുഷ്യര്. ഒരു കാര്യം മനസ്സിലാക്കണം, ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ തന്നെ വിചാരിക്കണം, ഞാൻ കോഫി കുടിക്കണ്ട, എൻ്റെ ആരോഗ്യത്തിന് അത് ഹാനികരമാണെന്ന് ഞാൻ തന്നെ ചിന്തിക്കണം. അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞു തന്ന മാർഗനിർദ്ദേശത്തിലൂടെ അവരുടെ ഇൻസ്ട്രക്ഷനിലൂടെ എക്സസൈസും സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണോ പറഞ്ഞത് അതൊക്കെ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അല്ലാതെ ഒരാളെ നമ്മൾ പോയി കണ്ടു, അത് എത്ര ഫേമസ് ആയിട്ടുള്ള എത്ര കഴിവുള്ള ഒരാളെ ആണെങ്കിലും നമ്മൾ പോയി കണ്ടു, ഫീസ് കൊടുത്തു എന്നതുകൊണ്ട് കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ത് തന്നെയായാലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് വിചാരിക്കുക ആദ്യം തന്നെ, എനിക്ക് മാറണം, എന്ത് മാറ്റമാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് കൃത്യമായിട്ട് ഒരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ആരും ആയിക്കോട്ടെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാളുടെ സഹായം തേടാം. കൃത്യമായിട്ട് ഫോളോ അപ്സ് എടുക്കാം. അവർ പറയുന്ന നിർദ്ദേശങ്ങളെ കാര്യമായിട്ട് തന്നെ എടുക്കുക. അതിപ്പോ ഒരു എന്താ പറയാ, കുറച്ച് അറിവുള്ള നമ്മളെക്കാൾ ലോക പരിചയമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ ഉപദേശം എടുത്താലും മതി. പക്ഷെ സ്വന്തമായിട്ട് ആദ്യം മനസ്സിൽ കുറിച്ചിടണം, എനിക്ക് ചേഞ്ച് ചെയ്യണം, എനിക്ക് വളരണം എന്നുള്ളത്. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.